ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹാരത്തെ ഔഷധമാക്കുക എന്ന കർക്കിടക ചര്യയുടെ ഭാഗമായിട്ട് ഇന്നും ഒരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് ഇന്ന് ഒരു നമ്മുടെ ചെറുപയറിൻ്റെ സൂപ്പ് റെസിപ്പിയാണ്. അടിപൊളിയാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്നതാണ് ചെറുപയർ. അപ്പോൾ ചെറുപയറിൻ്റെ സൂപ്പ് റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ സൂപ്പർ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 100 ഗ്രാം ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കല്ലും മണ്ണൊക്കെ കളഞ്ഞ് 100 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. ചെറുപയർ ഒന്ന് കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചെറുപയർ മാത്രം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ലിറ്റർ വെള്ളം, 100 ഗ്രാം ചെറുപയറിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 1 ലിറ്റർ വെള്ളം കൂടെ ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് ഒന്ന് സ്റ്റൗ ഓണാക്കിയിട്ട് അടുപ്പത്തേക്ക് കയറ്റി വെക്കുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് വെന്തുടയണവരേക്കും നമുക്ക് ചെറുതയിലിട്ട്, അതായത് ഫ്ലെയിം നമ്മൾ വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് വേവണം വരെ ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് സൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണോളം ചുക്കുപൊടി, 1/4 സ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചത്, 2 വലിയ വെളുത്തുള്ളി അല്ലി, അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടെ വേണം. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 4 എണ്ണം എടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പായസം പോലെ ആയിട്ടുണ്ട്. ഒന്നും കൂടെ ആ തവി കൊണ്ട് അത് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്, അടുപ്പത്ത് വെക്കാൻ പറ്റാവുന്ന ഒരു പാത്രത്തിലേക്ക് അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ അംശം മുഴുവൻ എടുക്കണം. ഇതുപോലെ ബാക്കി ചണ്ടി ബാലൻസ് വരും. അപ്പോൾ നമ്മൾ ചെറുപയർ വെന്തത് ഈ ഒരു പാനിലേക്കാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തത്. മാക്സിമം അതിൻ്റെ അംശം സ്ക്യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ പാത്രം അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. ഒന്ന് നോക്കിയേ, ഒരു കൊഴുത്ത രൂപത്തിലുള്ള ഒരു ദ്രാവകമായിട്ടാണ് നമുക്ക് ഈ വെള്ളം കിട്ടിയിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലോ അല്ലെങ്കിൽ കാറ്ററിങ്ങിലൊക്കെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അവർ ഇതുപോലെയുള്ള ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മുടെ കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ഒറിജിനലായിട്ട് ചെറുപയറിൻ്റെ തന്നെ അംശമാണ്. അപ്പം നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്ത ചെറുപയറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇന്ദുപ്പാണെങ്കിൽ, അതായത് പിങ്ക് സോൾട്ട് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേ സമയത്ത് വേണമെങ്കിൽ വെളുത്തുള്ളിയും അതുപോലെ വേപ്പിലും ആഡ് ചെയ്യുക കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കാം. ഞാൻ പക്ഷേ അങ്ങനെയല്ല, ഞാൻ ഒരു താളിപ്പ് പോലെയാണ് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പൊടികൾ ചേർത്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. പൊടികളും കൂടെ ഇട്ട് നമ്മുടെ സൂപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് അതേ അടുപ്പത്തേക്ക് വേറെ ചെറിയൊരു പാൻ വെച്ചിട്ട് ആ വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അല്പം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം വേപ്പില ആഡ് ചെയ്താൽ മതി കേട്ടോ. ഉള്ളിയും വേപ്പിലും നമുക്ക് മൂപ്പിച്ചത് സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്പനേരം കൂടെ ഒന്ന് ചൂട്ടത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടിയിട്ട് ഈ സൂപ്പ് സെർവ് ചെയ്യാം. അപ്പോൾ കർക്കിടകം ഡിഷായ നമ്മുടെ ചെറുപയർ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ഗുണങ്ങൾ തരുന്ന ഒരു സൂപ്പാണ്. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. ചൂടോട് കൂടിയിട്ട് അതൊന്ന് പതുക്കെ സിപ്പ് ചെയ്ത് കുടിച്ച് നോക്കിയൊക്കെ അടിപൊളിയാണ്. ഉപ്പൊന്നും അധികമാവാതെ നോക്കണം കേട്ടോ. പിന്നെ ആ നെയ്യിൻ്റെ ഫ്ലേവറും വെളുത്തുള്ളിയുടെ ഫ്ലേവറും ഒക്കെ ഒരുപാട് മണവും ഗുണവും ഒക്കെ തരുന്നുണ്ട്. എൻ്റെ ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിച്ചോട്ടെ. എങ്കിലേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.